നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് നമ്മൾ വിചാരിക്കുന്ന അത്രയും റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. ആ സമയത്ത് നമ്മൾ വലിയ പരിഗണന കൊടുക്കാതെ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അധികം ഉയരത്തിലായിരിക്കും അറിയോ അതിൻ്റെ റിസൾട്ട് വരുന്നത്. എനിക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, ചെടിയുടെ കാര്യത്തിലല്ല, ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാവിലെ ഞാനൊരു ചെടി നടാനുള്ള പരിപാടിയിലാണ്. മഴയായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്രയും ചിലപ്പോൾ ചെടി ചില സമയത്ത് നമുക്ക് നല്ല പണി തരും. നല്ല ഉഷാറായിട്ട് വരുന്ന ചെടികളൊക്കെ ആയിരിക്കും. ഒരൊറ്റ മഴയോ ഇല്ല ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെടി അവിടെ ഡിമ്മാവും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്നാൽ ഒരു പോട്ടിലും കൂടി മാറ്റി നട്ടേക്കാമെന്ന് ഓർത്തോണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങാനും ഒരു ചെടിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ തന്നെ മറ്റേ ചെടി ഉണ്ടാവുമല്ലോ. തീർത്തും നമ്മുടെ മുറ്റത്തുനിന്ന് ആ ചെടി അങ്ങ് പോകുകയല്ലോ. അങ്ങനെ ഓർത്ത് ഞാൻ എൻ്റെ പോപ്പിച്ചെടി, ഞാൻ അതിനെ പോപ്പിച്ചെടി എന്നാണ് പറയുന്നത്. ഇതിന് പല പേരൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങളിവിടെ പറയുന്നത് പൂപ്പിച്ചെടി എന്നാട്ടോ. ആ പോപ്പിച്ചെടീനെ ഞാനൊന്ന് മാറ്റി നടാനുള്ള പരിപാടി. വെയിലും കൂടി സമ്മിശ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കാർമേഘത്തിൻ്റെ പോക്ക് ഇങ്ങനെ പെട്ടെന്നൊന്ന് കണ്ടപ്പോൾ ഒന്ന് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ രാവിലെ കറിക്കിടാൻ വേണ്ടിയിട്ട് കരിവേപ്പില എടുക്കാൻ പോയി. കരിവേപ്പില കൊണ്ടുവന്നിട്ടതാണ്. തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അതും കൂടി വാരി ഇട്ടെന്ന് വരും. എന്തായാലും എങ്ങനെയോ അതൊന്ന് കണ്ടു കേട്ടോ. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതും രക്ഷപ്പെട്ടു, ഞാനും രക്ഷപ്പെട്ടു. എന്തായാലും അവനെ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്.